കേന്ദ്രത്തിന് മറുപടി നൽകാൻ ദേവനാഗരിയിലുള്ള രൂപാചിഹ്നം എം.കെ. സ്റ്റാലിൻ ഒഴിവാക്കിയത് മുതൽ ഏവരും തിരക്കുന്നുണ്ട് ഡി. ഉദയകുമാറിനെ. രൂപയുടെ ഔദ്യോഗിക ചിഹ്നം കണ്ടെത്താൻ 2010 കേന്ദ്ര സർക്കാർ നടത്തിയ മത്സരത്തിൽ വിജയിച്ച ഉദയകുമാർ ഇപ്പോൾ ഗുവാഹത്തി IIT-യിൽ അധ്യാപകനാണ്. തമിഴ്നാട് സർക്കാർ നടപടിയിൽ നിരാശയുണ്ടോ എന്ന ചോദ്യത്തിന് ഉദയകുമാറിന്റെ മറുപടി ഇങ്ങനെ: Personally, I don't have any reactions as such because I'm kind of fine with it because that's the government which has taken the decision. So, as an individual, I don't have anything to say about it. മത്സരത്തിലെ കേന്ദ്ര സർക്കാർ നിബന്ധനകൾക്കനുസരിച്ചാണ് ദേവനാഗരി ഉപയോഗിച്ചത്. DMK മുൻ MLA M. ധർമ്മലിംഗത്തിന്റെ മകനായ ഉദയകുമാർ രൂപാചിഹ്നം തയ്യാറാക്കിയതിന് പിന്നാലെ M. കരുണാനിധിയെ കണ്ടതിനെക്കുറിച്ചും ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചു. It was in 2011 that I met the Chief Minister, Dr. Karunanidhi. So I had the opportunity to go visit him in his residence with my family members, and I took his blessings. So I kind of explained him about the design and showed him what I have done and how I went about designing it. And he was kind of very happy and appreciated the design, and it was a kind of a memorable experience for all of us, and I really cherish that. And yeah, so he was very, impressed with the design that I did. He was I should say happy. And congratulated me for the success of for winning the competition and me. അച്ഛൻ DMK-കാരനായിരുന്നെങ്കിലും തന്നെയും സഹോദരങ്ങളെയും രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കാനായിരുന്നു നിർദ്ദേശം. സ്റ്റാലിന്റെ ട്വീറ്റിന് പിന്നാലെ ചില രാഷ്ട്രീയ നേതാക്കൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് പലരും വിളിച്ചെന്നും എന്നാൽ ആരുടെയും ഫോൺ കോൾ തനിക്ക് കിട്ടിയില്ലെന്നും ഉദയകുമാർ പറഞ്ഞു. ചെന്നൈയിൽ നിന്ന് ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.